ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ വീഡിയോ ചെയ്തിട്ടിരുന്നപ്പം ഞാൻ എക്സസൈസ് പഠിപ്പിച്ച ഒരാളുണ്ട്. അദ്ദേഹത്തിന് ശരീരവേദനയും ഷുഗറും ഒക്കെ ആട്ടെ, അപ്പം അതിൽ ഗുണം കിട്ടി, എല്ലാം കുറഞ്ഞു എന്ന് പറയാൻ വേണ്ടി പുള്ളി ആവേശത്തിൽ വിളിച്ച്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ വീഡിയോ ക്ലോസ് ചെയ്തു. പറയാൻ വന്ന എല്ലാ കാര്യവും പറയാൻ പറ്റിയില്ല. അതായത് കുഞ്ഞുങ്ങളെപ്പറ്റി നമ്മൾ ഇസ്മി സൈമൺ യൂട്യൂബ് ചാനൽ സൈമൺ ഓറീസ് സംസാരിക്കുക. കുഞ്ഞുങ്ങളെപ്പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഏറ്റവും ശ്രദ്ധയോടെ വളർത്തേണ്ട ഒരു പ്രായമാണ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തൊട്ട് 5 വയസ്സ് വരെ. ഈ സന്ദർഭത്തിലാണ് അവരുടെ ബ്രെയിനിൽ സബ് കോൺഷ്യസ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ കുഞ്ഞിങ്ങനെ മിണ്ടാതെ നമ്മുടെ അടുത്ത് കിടക്കുമ്പോൾ ഓർത്തോണം, അവൻ മിടുക്കനാണ്. അവൻ നമ്മൾ പറയുന്ന എല്ലാം അതേ വാക്കുകൾ അതേ പകർത്തിക്കൊണ്ടിരിക്കുക അവൻ്റെ ഹൃദയത്തിൽ, അല്ലെ അവൻ്റെ മനോമുകുരത്തിൽ, അല്ലെ അവൻ്റെ മനസ്സിൽ. അതാണ് സബ് കോൺഷ്യസ് മൈൻഡായിട്ട് വരുന്നത്. ഈ ഡിമെൻഷ്യയൊക്കെ വരുമ്പം ആളുകൾ പഴയ കാര്യങ്ങളൊക്കെ പറയുമെന്ന് പറഞ്ഞില്ലേ, അത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നായി പറയുന്നത്. കൂടുതലും അവർക്ക് പഴയ കാര്യങ്ങളായിരിക്കും ഓർമ്മയുള്ളത് എപ്പോഴും. അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, അവനൊന്നും കേൾക്കുന്നില്ലെന്ന് ഓർത്ത് അപ്പനും അമ്മയും അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കുടുംബ വഴക്കും എല്ലാം രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പയ്യെ പറയുമ്പം ഒരു മിടുക്കുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുക എന്നോർത്തോണം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് കഴിവതും നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസവും ദാരിദ്ര്യമൊന്നും പറയരുത്. ദാരിദ്ര്യമൊക്കെ പറഞ്ഞോളൂ, ഒരു പ്രായം കഴിയുമ്പോൾ 5 വയസ്സ് കഴിയുന്ന കുട്ടികളോട് പറയണം. അതിന് മുമ്പ് പറയാതിരിക്കുന്ന നല്ലത്. എന്നുവെച്ചാൽ നമ്മുടെ ദാരിദ്ര്യം കണ്ടു വളരട്ടെ എന്നൊക്കെ പറയും ചിലതൊക്കെ. പക്ഷേ അപ്പോൾ അവനൊരു വലിയ ധനിയനായാൽ പോലും അവനൊരു പിശുക്കനായിട്ടോ അല്ലെങ്കിൽ ഒരു ദരിദ്രവാസിയെ പോലെ ജീവിക്കാനൊക്കെ ശ്രമം ഉണ്ടാകും. അത് 5 വയസ്സ് വരെ അവനെ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ. ഓക്കെ, എനിഹൗ. അപ്പോൾ ആ കുട്ടികളെ അങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നു. നമ്മൾ അവരെ എപ്പോഴും ശ്രദ്ധിക്കണം, കുഞ്ഞുങ്ങളായിട്ട് സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് അവർ ഒരു റോൾ മോഡലായിട്ട് അപ്പനും അമ്മയൊക്കെ എടുക്കുന്നത്. ഒരു അപ്പനും അമ്മയും റോൾ മോഡലാണെങ്കിൽ പിന്നെ ഉത്തരവാദിത്വം കൂടുക അല്ലേ. നമ്മൾ ഉപദേശിച്ച് പിള്ളേരെ കൊല്ലേണ്ട ആവശ്യമില്ല. ഇപ്പം മദ്യപിക്കാത്തൊരു അപ്പൻ മകനോട് പറയണോ, നീ മദ്യപിക്കരുതെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? കാരണം അവനറിയാം എൻ്റെ അപ്പം മദ്യപിക്കത്തില്ല, ഞാനും എൻ്റെ അപ്പനൊരു ഹീറോയാണ്. അപ്പോൾ ആ ഹീറോ അത് ചെയ്യാത്തത് ഞാൻ ചെയ്യത്തില്ല, അവൻ ചെയ്യത്തില്ല. ഏത് സാഹചര്യം ഉണ്ടായാലും പുകവലിക്കത്തില്ല. എൻ്റെ അപ്പം പുകവലിക്കുകയില്ല, ഞാൻ പുകവലിക്കത്തില്ല. നമ്മൾ ഒരു മോഡലായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നിയന്ത്രണമൊക്കെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ കാണിക്കണം. നമ്മൾ എന്താ ചെയ്യുന്നത് അതാ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ആർത്തിയോടെ ആരെയും മുഖം നോക്കാതെ വെച്ചനത്തിയ നമ്മുടെ മക്കളും അങ്ങനെ ആയിരിക്കും. എന്നാൽ ഒരുമാതിരി ക്ലാസ് 1 നോബിൾ പീപ്പിൾ എങ്ങനെ കഴിക്കുന്നത്? അവർ നമ്മളെക്കാൾ കൂടുതൽ കഴിക്കും. പക്ഷേ കഴിക്കുമ്പോൾ എങ്ങനെയാണ്, വേണ്ടായിരുന്നു, ഞാൻ എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ സാവധാനം കഴിക്കും. എല്ലാം എടുത്ത് എൻജോയ് ചെയ്ത് ആവശ്യത്തിന് കഴിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ മാതാപിതാക്കളൊരു മോഡലായിരിക്കണം ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ. ഭക്ഷണം കഴിക്കുമ്പം ഇതാരും എടുത്തോണ്ടൊന്നും പോകത്തില്ലല്ലോ, പയ്യെ എൻജോയ് ചെയ്ത് 5 മിനിറ്റ് നമ്മൾ വഴിക്ക് പോകുമ്പോൾ ഇടയ്ക്ക് വണ്ടി നിർത്തി ഹോട്ടലിൽ കയറി പെട്ടെന്ന് ഓടേണ്ട ആവശ്യമില്ല, പയ്യെ കഴിച്ചിറങ്ങി പോകുന്നതാണ് നല്ലത്. റെസ്റ്റായി, മനസ്സിന് ശരീരത്തിന് റെസ്റ്റായി, കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായി. അവരാ വാങ്ങിച്ച് വെച്ച ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ ഒന്ന് തിന്നോട്ടെ. എന്നുവെച്ചാൽ ഏതൊരു കാര്യത്തിനും ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. നിങ്ങളൊരു കുഞ്ഞിനെ ഉപദേശിക്കും, നമ്മൾ ഒന്ന് ഡിസിപ്ലിനായിട്ട് ജീവിച്ചാൽ മതി. നമ്മുടെ കുട്ടികൾ ഡിസിപ്ലിൻഡ് ആയിരിക്കും, യാതൊരു സംശയമില്ല. പിന്നെ അവരുമായി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സ്കൂളിലുണ്ടാകും അപ്പോൾ അതൊക്കെ പറഞ്ഞ് പോസിറ്റീവാക്കി അവനെ ഒരു ഹീറോ ആക്കി, ഹെർക്കുലസാക്കി അവനെ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും. അപ്പോൾ അവന് സൺഡേ അല്ലെങ്കിൽ അവൾക്ക് സൺഡേഡായി. ഒരു കാര്യമുണ്ട്, 2, 3, 4 കുട്ടികളുണ്ട്, എപ്പോഴും ശ്രദ്ധിച്ചു വേണം. ഈ കുഞ്ഞുങ്ങൾ തമ്മിൽ ഒരു മാനസികമായ ഒരു കാര്യമില്ല, പക്ഷെ അങ്ങനെ ഉണ്ടാകാം. പക്ഷെ അത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും അവരെ സ്നേഹിച്ച് എൻ്റെ അപ്പൻ എന്നെ അല്ല സ്നേഹം, എൻ്റെ മോളെ അനിയത്തിയാണെന്നൊക്കെ തോന്നരുത്. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക. പിന്നെ അവരോട് പ്രകടിപ്പിക്കുക. ഐ ലവ് യു മൈ ഗ്രാൻഡ് സൺ പറയാം. ഇപ്പം ടിൻറ്റു ഐ ലവ് യു എന്നൊക്കെ പറയണം. ഐ ലവ് യു നഷ്ടമല്ലുണ്ടോ ഒന്ന് കെട്ടിപ്പിടിച്ച് സ്കൂളിൽ നിന്ന് വന്ന മോളെ അല്ലെ വൈകിട്ട് കാണുമ്പോൾ ഐ ലവ് യു മൈ റോഡ്രിക്സ്, ഐ ലവ് യു എന്ന് പറയുമ്പം അത് അവനിൽ ഒരു പ്രത്യേക ബീജികളുണ്ട്, അവനിലൊരു പ്രത്യേക സിരയിലൊരു പ്രത്യേക ഊർജ്ജം, അവനൊരു അഭിമാനബോധം ഉണ്ടാവും. അപ്പം അത്തരത്തിൽ ഇത് മറച്ചു വെക്കാനുള്ളതല്ല. നിങ്ങൾക്ക് സ്നേഹമുണ്ട്. ഇപ്പം ഞാൻ ഓർക്കുക, അവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യുമ്പോഴാണ്
ഒരു ഫ്ലാറ്റിലൊരു ചെറിയ വിഷയമുണ്ടായി. ഒരു കുട്ടി അവളെ സ്വയം പരിക്കേൽപ്പിച്ചപ്പം ആ വീട്ടിലെ എല്ലാവരുടെയും സ്നേഹം അപ്പോഴാണ് പുറത്ത് വന്നത്. അതുവരെ ഡിസിപ്ലിൻ, പഠിക്കാൻ പോകൂ, അവിടെ പോകൂ, ഇവിടെ പോകുമെന്ന് പറഞ്ഞിരുന്ന കുട്ടിക്ക് അവൾ ചെറുതായിട്ടൊന്ന് വീണ് പരിക്കേറ്റപ്പോഴാണ് അമ്മയുടെ സ്നേഹം, അപ്പൻ്റെ സ്നേഹം, ബന്ധുക്കളുടെ സ്നേഹം, ആങ്ങളമാരുടെ സ്നേഹം എല്ലാമൊക്കെ കിട്ടിയത്. സൈക്കോളജികൾ ക്ലാസ്സിൽ പറയാറുണ്ട്, ഇങ്ങനെ അടക്കി വെക്കുന്ന സ്നേഹം കൊണ്ട് ഒരു പ്രയോജനമില്ല. ബാങ്കിൽ ഫിക്സഡ് ഇട്ടിട്ട് പട്ടിണി കിടക്കുന്ന പോലെ ഉള്ളൂ, ഒരു കാര്യം പ്രയോജനപ്പെടത്തില്ല. ആവശ്യത്തിനെടുത്ത് ചിലവാക്കാനാണ് പണവും ധനവും സ്നേഹവും ഒക്കെ. അപ്പോൾ ആ സ്നേഹം നമ്മൾ ഷെയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴാണ് അതിന് ബലമുള്ളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഐ ലവ് യു മൈ ഡോട്ടർ അല്ലെ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയാൻ പഠിക്കണം. ഐ ലവ് യു മൈ ഗ്രാൻഡ് സൺ, ഓ ഹൗ ആർ യു, മൈ ഗോഡ്, യു ആർ എ സ്പ്ലെൻഡിഡ് വൺ, യു ആർ എ സ്പെഷ്യൽ വൺ എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രൊമോട്ട് ചെയ്യാം. ഈ പ്രൊമോട്ട് ചെയ്യുമ്പം നിങ്ങൾ വിചാരിക്കും ഇതൊരു വെറും ഒരു വാക്കല്ല, അവർക്ക് കൊടുക്കുന്ന നമ്മുടെ ഒരു പ്രോമിസാണത്. ഓ മൈ ഗ്രാൻഡ് സൺ, യു ആർ എ സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻറ്റ് ഫെലോ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി എ അഷുറൻസ് ഫോർ ദം. അപ്പോൾ അവർ ആ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ സ്മാർട്ടാകാൻ ശ്രമിക്കുക, അഷുറൻസിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ശ്രമിക്കണം. അടിപൊളിയായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ കുഞ്ഞുങ്ങളെ അവരെ സ്കൂളിലായിരിക്കുമ്പോൾ അവരെ നമ്മൾ ഫോളോ ചെയ്യണം. അവരുടെ പാഠഭാഗങ്ങളൊക്കെ ചോദിക്കണം. സ്വയം അന്നന്ന് പാഠങ്ങൾ അന്നന്ന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ട്യൂഷൻ ആവശ്യമില്ല. എനിക്ക് പല കുട്ടികളെ അറിയാം, ഒരു ട്യൂഷനും ഇല്ലാതെ വലിയ ഡോക്ടർമാരും എൻജിനീയറും അമേരിക്കയിലൊക്കെ പോയവരെയൊക്കെ എനിക്കറിയാം, ഒരു ട്യൂഷനും ഇല്ലാതെ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ചെറിയ ക്ലാസ് തൊട്ട് അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഫൈൻ ഡേ. പ്രൈസ് ഓഫ് ഗോഡ്.